എല്ലാവർക്കും ടേസ്റ്റ് മേക്കറിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ചതുരപ്പുളി വെച്ചിട്ടുള്ള ഒരു ഉണക്കി വെച്ചിട്ടുള്ള ഒരു പിക്കിളാണ്. അതായത് ഡ്രൈഡായിട്ട് നമുക്കിങ്ങനെ ഇതിനെ സൂക്ഷിച്ച് വെക്കാം എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ചതുരപ്പുളി നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ എല്ലാ മിക്കവാറും സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ജന്മനാട് എന്ന് പറയുന്നത് ശ്രീലങ്കയും ഇന്തോനേഷ്യയുമാണ്. എന്നാൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിലും നല്ല അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ് ഇതിന് വളരാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് പച്ചയായിട്ടായിരിക്കുമ്പോൾ നല്ല പുളിയായിരിക്കും. എന്നാൽ ഇതൊന്ന് പഴുത്ത് കഴിയുമ്പോൾ അതൊരു മഞ്ഞ കളർ യെല്ലോയിഷ് കളറൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നല്ലൊരു മധുരമാണ്. ഈ ഫ്രൂട്ട് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ജാമും ജ്യൂസ് ഉണ്ടാക്കാനും പിന്നെ സിറപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് ഉപയോഗിക്കും. സാധാരണ ഇതൊരു ക്രിസ്മസ് സീസണിലാണ് ഏറ്റവും കൂടുതൽ വൈനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഔഷധങ്ങളുടെ ഒരു കലവറയാണ് നമ്മുടെ ഈ ചതുരപ്പുളി. അതായത് വൈറ്റമിൻ സി, ഡി എന്നിവയൊക്കെ ഒരുപാട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വൃക്ക സംബന്ധമായ രോഗമുള്ളവർ ഇതൊന്ന് മാറ്റി നിർത്തുന്നതാവും നല്ലത്. അപ്പോൾ എങ്ങനെയാണ് ഈ ചതുരപ്പുളി വെച്ചിട്ട് ഈ ഉണക്കി അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഈ ഉണക്കി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരല്പം പഴുത്തതും പച്ചയും മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടില്ല എന്നാൽ പച്ചയും അല്ല, അങ്ങനത്തെ രീതിക്കുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ നമ്മൾ മേളത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു നോർമൽ സൈസിലുള്ള ഒരു പീസസ് ആയിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് തിക്കും ആകാൻ പാടില്ല, തിന്നും ആവാൻ പാടില്ല. ആ രീതിക്കുള്ള പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതാ ഈ ഒരു സൈസിന് കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ? അപ്പം ഇതുപോലെ ബാക്കി എല്ലാ ഫ്രൂട്ടും ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുരു നമുക്ക് എടുത്ത് കളയണമെന്നില്ല, കാരണം ഉണങ്ങി വരുമ്പം അത് താനേ പൊഴിഞ്ഞു പോയിക്കോളും. അതുകൊണ്ട് അത് നമ്മൾ ബുദ്ധിമുട്ടി അത് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ബാക്കി എല്ലാ ചതുരപ്പുളിയും ഇങ്ങനെ അരിഞ്ഞെടുക്കണം. കണ്ടു, ഇത് കഴിക്കാൻ തന്നെ നല്ല മധുരമാണ്. വാട്ടർ കണ്ടൻറ്റ് ഒരുപാടുള്ള ഒരു ഫ്രൂട്ട് കൂടെയാണ് നമ്മുടെ ഈ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതേ കണ്ടില്ലേ? അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ കണ്ടില്ലേ, അതിൻ്റെ ഒരു ഷേപ്പ് സ്റ്റാറിൻ്റെ ഒരു ഷേപ്പാണ്. കുരുവൊക്കെ അതിലിരുന്നോട്ടെ, ഉണങ്ങി വരുമ്പോൾ താനേ അതെല്ലാം പോയിക്കോളും. അത് നമ്മൾ എടുക്കാൻ നിന്നാൽ അത് നല്ല ജോലിയായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ എല്ലാം നിങ്ങൾ അരിഞ്ഞെടുക്കണം നന്നായിട്ട്. ഈ ഒരു ഷേപ്പിന് മതി നമുക്ക്. അതായത് സൈസ്, ഇതിൻ്റെ സൈസ് ഒരുപാട് തിക്കായി പോയി കഴിഞ്ഞാൽ ഉണങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നല്ല ഫ്ലഷ് ഉണ്ട് ഇതിൽ. നമുക്ക് കഴിക്കുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്കും ഒരു മധുരമൊക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണിത്. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ മുളക് പൊടിയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാനിപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ കളറിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഉണക്കമുളക് പൊടിച്ചതാണ്. അതും ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഉലുവാപ്പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂൺ മതി, വളരെ കുറച്ച് മതി. ഇനി നമുക്കിട്ട് കൊടുക്കേണ്ടത് കായമാണ്. അത് ഒരു 3/4 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് നല്ലെണ്ണയിലാണ്. നല്ലെണ്ണ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. നല്ലെണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഉപ്പും നമ്മുടെ ഈ മുളകും എല്ലാ മസാലക്കൂട്ടുകളും ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതിപ്പോൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം നമ്മളിത് ഉണക്കിയല്ലേ എടുക്കുന്നത്, അപ്പോൾ വേറെ ഓയിലൊന്നും നമ്മൾ ചേർക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ സമയത്ത് ചേർക്കുന്ന ഓയിൽ മാത്രമേ അതിൽ പിടിക്കത്തുള്ളൂ. ഇതാ ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചതുരപ്പുളിയെല്ലാം ഓരോന്നായിട്ട് എടുത്ത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഈ പൊടികൾ, അതായത് നമ്മുടെ മസാല പിടിക്കുന്ന രീതിക്ക് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഈ ഫ്രൂട്ടിൽ ഒരുപാടുള്ളത് കാരണം പെട്ടെന്ന് ഈ മസാലക്കൂട്ടുകളൊക്കെ അതിൽ പിടിച്ചിരുന്നോളും. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിലൊരു കൂടുതൽ വെള്ളം ഉള്ളത് കാരണം അതങ്ങ് പെട്ടെന്ന് ചീത്തയായിപ്പോവും. അതുകൊണ്ട് സ്പൂൺ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. കണ്ടില്ലേ? ഇതുപോലെ എല്ലാ ഭാഗത്തും സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്താൽ മാത്രം മതി, നന്നായിട്ട് അതിലെല്ലാം പിടിച്ചിരിക്കും. ഞാനിപ്പോൾ ഇത് എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമ്മളിതിനെ ചെയ്യാൻ പോകുന്നത് ഉണക്കിയാണ് എടുക്കാനുള്ളത്. നന്നായിട്ട് വെയിലുള്ളിടത്ത് കൊണ്ടുപോയിട്ട് ഒരു 4 ദിവസമെങ്കിലും നമ്മളിതിനെ ഒന്ന് ഉണക്കിയെടുക്കേണ്ടി വരും. കണ്ടില്ലേ? പെട്ടെന്ന് ഇതിൽ വാട്ടർ പുറത്തോട്ട് വരാനുള്ള ടെൻഡൻസി ഉള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഞാനിപ്പം ഒരു നല്ല വെയിലാണ് ഇവിടെ, അതുകൊണ്ട് ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ഉണങ്ങി കിട്ടും എന്ന് വിചാരിക്കുന്നു.
ഞാനിപ്പം എല്ലാം എടുത്തിട്ടില്ല, വളരെ കുറച്ച് ഒരു കിട്ടിയതിൻ്റെ അരഭാഗം മാത്രം ഒരു 10-20 എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതിന് ഞാൻ ജ്യൂസിനും പിന്നെ ഇതുപോലെ ഇങ്ങനെ നീളത്തിന് കീറിയിട്ട് ഉപ്പിലിട്ട് വെച്ചിരുന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ളതിന് ഞാൻ ഇതുപോലെ കീറി വെച്ചിട്ടുണ്ട്. ഒരു ബോട്ടിലാക്കി കുറച്ച് ഉപ്പും കായപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ എടുത്ത് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ ഒരു 3-4 ദിവസം കൊണ്ട് ഉണക്കിയെടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചതുരപ്പുളി ഉണക്കിയെടുത്ത അച്ചാറാണിത്. അച്ചാറെന്ന് പറയുമ്പോൾ തൈരിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ ബൈ.